എസിന്റെ പ്രമുഖ നേതാവ് മോഹൻ ഭാഗവത് വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം പങ്കെടുത്ത RSS പരിപാടി, ആ പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാര് പോവുകയുണ്ടായി, അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്ന ഒരു കാര്യമാണ്. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് കേരള, MG, മലയാളം സർവകലാശാല VC-മാര് RSS പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പിടിമുറുക്കാൻ RSS ശ്രമിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. ഇതിനെതിരായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDF-ലെ കക്ഷികളോ കോൺഗ്രസോ ലീഗോ മറ്റു കക്ഷികളോ ആരും പ്രതികരിച്ചതായി കാണുന്നില്ല. UDF നേതൃത്വവും സംസ്ഥാന ഭരണ നേതൃത്വവും BJP-യെയും സംഘപരിവാറിനെയും എന്തുകൊണ്ടാണ് എതിർക്കാൻ ശങ്കിച്ചു നിൽക്കുന്നത്? അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു മാസം തികഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുന്ന സമീപനമാണോ ഉണ്ടാക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ മതേതര വിശ്വാസികളിൽ അടുത്ത ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങളെ കാണിച്ചൊരു വീഡിയോയിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ സഖാവ് പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ കാണുന്നത്. അല്ല, അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യം, നമ്മുടെ വൈസ് ചാൻസലേഴ്സ് ആയിട്ടുള്ള 3 പേര് ഒരു RSS നേതാവിൻ്റെ, തീവ്രമായിട്ട് വർഗീയത പറയുന്ന ഒരു RSS നേതാവിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോയൊരു കാര്യത്തിനെ പറ്റിയാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു കാര്യങ്ങൾ ഒരുപാടിടങ്ങളിൽ, ഒരുപാട് മാധ്യമങ്ങളടക്കം ഒരുപാട് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനൊരു പ്രതികരണവും എന്നോണമായിട്ട് നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി രംഗത്തേക്ക് വരികയുണ്ടായി. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അതിന് മുൻപ് തന്നെ നമുക്കറിയാം, MG സർവകലാശാലയിൽ 30 അംഗങ്ങൾക്കുള്ള ഒഴിവുള്ളതിൽ 19 പേരും ഈ പറയുന്ന RSSന്റെ അനുകൂലികളാണ്, അല്ലെങ്കിൽ RSSന്റെ അണികളാണ്. അവർക്കാണ് ആ ഒരു നിയമനം ലഭിച്ചിരിക്കുന്നത്. പിണറായി സർക്കാർ ഇരിക്കുന്ന സമയത്ത് ആർക്കായിരുന്നു അവിടെ നിയമനം ഉണ്ടായിരുന്നത്? സ്വന്തം പാർട്ടിയിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് അവിടെ ഈ പറയുന്ന ആ ഒരു MG സർവകലാശാലയുടെ സെനറ്റിൽ അവരായിരുന്നു അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രി ആയപ്പോൾ, അല്ലെ VD സവർക്കർ ഒരു അധികാരത്തിൽ വന്ന സമയത്ത് ഈ ഒരു രീതിയിൽ സംഘികൾക്ക് വേണ്ടിയിട്ട് കാവ്യകളസവൽക്കരണത്തിനായിട്ട് ഒരു നിലമൊരുക്കി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സംഘികളുടെ മെഴുകലുകൾ, കേരളത്തിന് പുറത്തുണ്ടായിരുന്ന സംഘികളുടെ മെഴുകലുകൾ കേരളത്തിനകത്തേക്ക് വരാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണമായൊരു സംഭവം തന്നെയാണ് ഈ ഒരു പുതിയ സർക്കാരിൻ്റെ അധികാരമേറ്റ സമയത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പ്രതികരിച്ചതിൻ്റെയൊക്കെ പിന്നാലെ നമ്മുടെ VD സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, ആ മുഖ്യമന്ത്രി, അദ്ദേഹം ബഹുമാന്യനായ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു പോസ്റ്റുമായിട്ട് രംഗത്തേക്ക് വന്നു. അതായത് ഇതുവരെയും പിണറായി വിജയൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ, മുതിർന്ന നേതാക്കന്മാർ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടും അതിനൊന്നും മിണ്ടാതെ ഇരുന്ന ആ ഒരു VD സതീശൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ല, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: RSS ശതാബ്ദിയുടെ ഭാഗമായി സർസംഘ് ചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നു. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർമാർക്ക് ഉണ്ടായത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണത്. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കില്ല, അത് വെച്ച് പൊറുപ്പിക്കുകയുമില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും കേരളത്തിനോട് മാപ്പ് പറയണമെന്നാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണമുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിലപാടുകളുള്ള, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ രീതിയിൽ പ്രതികരിച്ചതിൽ ഒരുപാട് ആളുകൾ ഇന്ന് സന്തോഷം, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വലിയ ഒരു കയ്യടിയുമായിട്ടൊക്കെ അണികൾ വന്നിട്ടുണ്ട്. എന്തിനാണ്? RSSനെ എതിർക്കാനായിട്ട് VD സതീശൻ അല്ലാതെ വേറെ ആർക്കും കഴിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വർഗീയത പറയുന്ന ആളുകളുമായിട്ട് ഒരിക്കലും ഒരു ബന്ധവും ഞങ്ങൾ വെച്ച് പുലർത്തില്ല എന്നും, കുലബന്ധം എന്നല്ല, ഒരു ബന്ധവും ഞങ്ങൾ വെച്ച് പുലർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന VD സതീശൻ, വാക്കാണ് പ്രധാനം, വാക്കാണ് ഏറ്റവും വലിയ പ്രധാനമെന്ന് പറയുന്ന VD സതീശൻ, മതേതരത്വത്തിന് വിള്ളലേൽക്കുന്ന രീതിയിൽ ഒരാളെയും ഞങ്ങൾ അതിലേക്ക് കടന്നു കയറാനായിട്ടോ അതിൽ ഇടിച്ചു കയറാനായിട്ടോ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന VD സതീശൻ, ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ പങ്കുവച്ചപ്പോൾ. എന്തായാലും ആ വീഡിയോ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇന്ന് 3 VC-മാരും കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പറയുന്ന ഇതേ VD സതീശന്റെ ഒരു ഇരട്ടത്താപ്പാണ്. അത് കാണിച്ചു തരാം.
വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന്. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം ഒരു മതരാഷ്ട്രവാദമാണ്. അവരെ ആ വാദമൊന്നും അവരില്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല. അവരൊരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ സതീശൻ RSS പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ചിത്രം പുറത്തുവിട്ടു. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്നത് SDPI മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നൊരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? LDFനെ തോൽപ്പിച്ചതുകൊണ്ടല്ല, UDFനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചതിന് SDPI മുദ്രാവാക്യം വിളിക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? VD സർക്കാരിന് അല്ലെ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഈ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന SDPIയായിട്ടോ അല്ലെങ്കിൽ മതേതരത്വം നശിപ്പിക്കുന്ന ആളുകളുമായിട്ടോ ഒരിക്കലും ഒരു ബന്ധം വെച്ച് പുലർത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് അല്ലെ ജയ് വിളിക്കുന്നത്? അവിടെയും നമുക്ക് വ്യക്തമാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത്. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ ഒരുത്തിനെയും ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ 3 VC-മാർക്കെതിരെയും ഒരു നടപടി എടുക്കാനായിട്ട് അല്ലെ അവരെയും കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നിറയെ ഈ അനുകൂലികൾ അല്ലെങ്കിൽ അണികൾ വന്ന് മെഴുകുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് RSS ഭീകര സംഘടനയാണെന്നും അതിൻ്റെ നേതാവ് ഭീകരനാണെന്നും പ്രസ്താവന വരുന്നത്. RSS ഭീകര സംഘടനയാണെന്ന് തുറന്നു പറയാൻ എടുത്ത ചങ്കൂറ്റത്തിന് നന്ദി. മുഖ്യമന്ത്രി എന്ന നിലയിൽ എടുക്കാൻ പറ്റുന്ന എല്ലാ നടപടികളും ഇവർക്ക് മേലെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരാളുടെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. എടാ മോനെ, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് അല്ലെ കഴിഞ്ഞ 10 വർഷങ്ങളിൽ എവിടെയെങ്കിലും ഒരു സംഘിപുത്രൻ ഈ തല ഉയർത്തിക്കൊണ്ട് വരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സംഘിപുത്രൻ്റെ കടന്നാക്രമണം ഇവിടെ നടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സർവകലാശാലകളിൽ ഇന്ന് സംഘികളുടെ മെഴുകലിൻ്റെ അങ്ങേയറ്റമാണ് നമ്മൾ കാണുന്നത്. സംഘികൾ വലിയ രീതിയിൽ സർവകലാശാലകളിൽ കയറിയിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലം ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നിപ്പോൾ VD സതീശനെ ജയ് വിളിക്കാനും VD സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി സംഘികൾക്കെതിരെ സംഘികളൊരു ഭീകര സംഘടന എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുമ്പോൾ ഇതുകൂടി ഒന്ന് ആലോചിക്കണം. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ സംഘികൾക്കെതിരെ എടുത്തിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഒരു പാതി പോലും VD സതീശൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിക്ക് എടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഉറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കും. കാരണം അതിനുള്ളൊരു കഴിവ്, അതിനുള്ളൊരു ഗട്ട്സ് ആ ഒരു മനുഷ്യനില്ല. അത് ഉറപ്പാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കമ്മി ആയതുകൊണ്ടോ കൊങ്ങി ആയതുകൊണ്ടോ അല്ലെങ്കിൽ സംഖ്യ ആയതുകൊണ്ടോ ഒന്നും ഞാൻ പറയുന്നതല്ല. ഈ നട്ടലിന് ഉറപ്പെന്നൊക്കെ പറയുന്നൊരു സാധനം അതുണ്ടായിരുന്ന ഏതൊക്കെ ഒരു വ്യക്തി അത് പിണറായി വിജയൻ തന്നെയായിരുന്നു. അതിനകത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. കുറേ കൊങ്ങിക്കുട്ടന്മാർക്ക് സംശയം കാണും. ആ സംശയങ്ങൾ നിങ്ങളൊന്ന് കാര്യമായിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം ആ സംശയങ്ങൾ നിങ്ങൾ തന്നെ തീർക്കേണ്ടതാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഈ ഒരു കാര്യത്തിൽ പ്രതികരണമായിട്ട് വന്നതിന് പിന്നാലെ ഈ ഒരു VD സതീശൻ ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നതിൻ്റെയൊക്കെ പിന്നാലെ നമ്മുടെ K സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP നേതാവ് ഈ ഒരു പോസ്റ്റിന് റിപ്ലൈ എന്നോണം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: RSS പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് K സുരേന്ദ്രൻ എന്ന് പറയുന്നൊരു മനുഷ്യനോട് എനിക്കൊരു സ്നേഹമൊക്കെ തോന്നുന്നത്. കാരണം സത്യങ്ങൾ മാത്രം എപ്പോഴും നമ്മൾ വിളിച്ചു പറയണം. അപ്പോൾ അങ്ങനെ സത്യങ്ങൾ മാത്രം വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് K സുരേന്ദ്രൻ ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ്റെ ആ ഒരു പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം താങ്കൾ വേണം മാപ്പ് പറയാൻ, എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ല അതിൻ്റെ കാരണം എന്താണ്? ഏറ്റവും കൂടുതലും സംഘികളുമായിട്ട് കുലബന്ധം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് VD സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. സംഘികൾ ഈ പറയുന്ന MG സർവകലാശാലകളിൽ ആ ഒരു സീറ്റിൽ അല്ലെങ്കിൽ ആ ഒരു നിയമനത്തിൽ സംഘികൾ കൂടുതൽ ആളുകൾ കയറിയപ്പോഴും മൗനം പാലിച്ച VD സതീശൻ ഇന്ന് ഈ ഒരു വിഷയം വരുമ്പോൾ VC-മാരെ മാത്രം അതിരൂക്ഷമായിട്ട് വിമർശിക്കാനായിട്ട് കാരണമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ പേരിലാകുമ്പോൾ ഒരു പ്രശ്നമില്ല, അവരെ എന്ത് വേണേലും പറയാമല്ലോ, ഞാനല്ലല്ലോ, ആശാൻ എന്ത് വേണേലും ചെയ്യാം, ശിഷ്യന്മാർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഒരു നിലപാട്, ഈ ഒരു തീരുമാനം, ആ ഒരു തീരുമാനത്തിനെ തന്നെ അതിനെ എതിർക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ K സുരേന്ദ്രൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ കമൻറ്റ് റിപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്തായാലും എന്താണ് ഇവരുടെ സംഘികളോടുള്ള സ്നേഹമെന്നും സംഘികളുമായിട്ടുള്ള ഇവരുടെ ബന്ധം എന്താണെന്നും ഒക്കെ ഉള്ളൊരു കാര്യത്തിൽ നമുക്കെല്ലാവർക്കും നേരത്തെ തന്നെ മനസ്സിലായതാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ കൂടി വരുമ്പോൾ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഘികളുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ അജണ്ട എന്ന്. PM ശ്രീ ഒപ്പിട്ടത് മുതൽ, PM ശ്രീയുടെ ഫണ്ട് കിട്ടിയത് മുതൽ ഒരു വലിയ മെഴുകലുകളാണ്. അത് ഈ പറയുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയും ഇടതുപക്ഷ സർക്കാരും ഒപ്പിട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരുന്നതെന്ന്.
അങ്ങനെയെങ്കിൽ ഇവർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാം നിങ്ങൾ ചെയ്യുമെങ്കിൽ ആ വയനാട് ടൗൺഷിപ്പോടൊന്ന് ചെയ്യണം സാറുമാരെ. വയനാട് ടൗൺഷിപ്പ് ഇപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൂടി ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ കേരയിൽ, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ടല്ലോ. നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ലൈഫ് മിഷൻ അടക്കമുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോവുള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ അതുകൂടി ഒന്ന് ചെയ്ത് കാണിക്കണം. അല്ലാതെ സംഘികളുമായിട്ടുള്ളൊരു കരാറിൽ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഫണ്ട് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് മെഴുകിയിട്ട് അവസാനം അങ്ങനത്തെ ഫണ്ട് ഇടതുപക്ഷ സർക്കാർ മേടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം RSS നേതാക്കന്മാരടക്കം ഈ പറയുന്ന പല വിമർശനങ്ങളിൽ കൂടിയെല്ലാം നമുക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. PM ശ്രീയിൽ നിന്ന് 1 രൂപ പോലും ഇടതുപക്ഷ സർക്കാർ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളത്. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന സംഘികളുടെ ആ ഒരു പണം ഇവർ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചെയ്തു കൊടുക്കേണ്ട ഒരു കടമയാണ്. അല്ലെങ്കിൽ അതിനൊരു പ്രത്യുപകാരം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. ഇതിലെന്തൊക്കെ വിറ്റിട്ടുണ്ടെന്നും എന്തൊക്കെ കേരളമേ വിറ്റിട്ടുണ്ട്, പിന്നെ നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ പോയിട്ടുണ്ടെന്നും എന്തൊക്കെ വരാനിരിക്കുന്നു എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇടതുപക്ഷ സർക്കാരായിരുന്നു ശരി എന്നുള്ളത് വീണ്ടും വീണ്ടും ജനങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കും വിധമാണ് നമ്മുടെ ഇപ്പോഴത്തെ പൂക്കി മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കെല്ലാം മനസ്സിലായി തുടങ്ങി. ജനങ്ങൾ മണ്ടന്മാരല്ല സാറുമാരെ. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ജയ് വിളിക്കുമ്പം അതിന് ജയ് വിളിക്കാനും, നിങ്ങൾ പോടാ എന്ന് പറയുമ്പോൾ അതിനൊപ്പം നിന്നുകൊണ്ട് പോടാ എന്ന് പറയാനും, അല്ലെങ്കിൽ നിങ്ങൾ ചീത്ത വിളിച്ചാലും കേട്ടുകൊണ്ട് നിൽക്കാനും ആ ഒരു രീതിയിൽ നിൽക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. നല്ലൊരു ശതമാനം ഈ മണ്ടന്മാരായിട്ടുള്ളവരുമുണ്ട്, ബുദ്ധിയുള്ളവരുമുണ്ട്. ബുദ്ധിയുള്ള ആളുകൾക്ക് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. സതീശൻ ജി, ഇതൊരു കഷ്ടമാണല്ലേ. കേരളത്തിനെ വരെ സംഘികളുടെ മുൻപിൽ തീരെഴുതി കൊടുത്തിട്ട് കേരളത്തിൽ കാവിക്കളസവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു വേദി ഒരുക്കുന്ന ഒരു UDF സർക്കാരിൻ്റെ ഇരട്ടത്താപ്പും ഈ ഒരു നയവും എല്ലാവരും വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കോൺസിക്വൻസസ് അനുഭവിക്കാൻ പോകുന്നത് ഞാനും നീയും നമ്മളും എല്ലാവരുമായിരിക്കും.